എൻ്റെ പേര് മനു, വീട് തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ മാർച്ച് 20 മാർച്ച് 20. ഓക്കെ ഓക്കെ. ഏകദേശം ഫെബ്രുവരി മുതൽ നമുക്ക് ഈ പ്രൊജക്റ്റ് അറിയാം. പക്ഷേ അവരൊരു സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ളൊരു പോക്കാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ 15 അവർ ദുബായ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ കമ്പനിയുടെ ബേസ് വെച്ചിട്ട് പറഞ്ഞ US ആണ്. US മൊണ്ടാന എന്ന സ്ഥലത്താണ് മൊണ്ടാന എന്ന സ്റ്റേറ്റിലാണ് രജിസ്ട്രേഷൻ. അപ്പം കാനഡയിൽ ഒൻറ്റാറിയോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ഉണ്ട്. US ഓഫീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മലയാളികളില്ലാത്ത സ്ഥലമില്ല, അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അന്വേഷിക്കാവുന്നതുള്ളൂ. അഡ്രസ്സിൽ മൊണ്ടാന എന്ന സ്റ്റേറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാവുന്നതുള്ളൂ. പിന്നെ ഈ കമ്പനിയുടെ ഒരു പോസിറ്റീവ് സൈൻ, അവർ ചെയ്യുന്നത് ഫോറക്സ് ട്രേഡിംഗ് ആൻഡ് ക്രിപ്റ്റോ ട്രേഡിംഗ് ആണ്. ഈ ഫോറക്സ് ട്രേഡിംഗ് തന്നെ അവർ നമുക്ക് തരുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ പ്രൊജക്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അവർ പറയുക ഹെവി ഡെയിലി 1%, 2% ഒക്കെ പറയുന്ന കമ്പനികളുണ്ട്. ശരിക്കും 2 മാസം 3 മാസം കഴിയുമ്പോൾ പോകുന്ന കമ്പനികളുണ്ട്. നമുക്കൊരു പ്രതീക്ഷയില്ല ഏത് കാലം വരെ പോകും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ക്രിപ്റ്റിവ നമുക്ക് പ്രോമിസ് തരുന്നത് 6% to 12%. ക്രിപ്റ്റിവ 6% മുതൽ 12% വരെ മാത്രമാണ് അവർ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതും തരുന്നതും. ആ 12% മന്ത്ലിയാണ് തരുന്നത്. ആ 12% നമുക്ക് വീക്കിലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് തരും. 12% എന്നുള്ളത് 3% വെച്ചിട്ട് വീക്കിലി തരും. വേറൊരു പോസിറ്റീവ് സൈൻ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മറ്റുള്ള കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി സ്വീകരിക്കുകയും ആ കമ്പനിയുടെ ആ ഇൻവെസ്റ്റ്മെന്റ് 50%, 60% അപ്പം തന്നെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ സംബന്ധിച്ച് അങ്ങനെയില്ല. നമ്മൾ കൊടുക്കുന്ന 100% എമൗണ്ട് 100% ട്രേഡിങ്ങിന് പോകും. 8ാമത്തെ ദിവസം മാത്രമാണ് നമുക്ക് 12% ആണെങ്കിൽ 3% മാത്രം നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. അതാണ് ഒരു പോസിറ്റീവ് സൈൻ. കാരണം 100% ട്രേഡിങ്ങിൽ പോകുന്നുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് 1, 2, 3 ദിവസം അല്ലെങ്കിൽ 4, 5 ദിവസം ട്രേഡിങ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് മാത്രമാണ് നമുക്ക് തരുന്നത്. അതൊരു വലിയൊരു പോസിറ്റീവ് സൈനാണ്. നമ്മൾ ഇതുവരെ ഒരു കമ്പനിയിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞു മന്ത്ലി 12% എന്നൊക്കെ. അതെ. അപ്പോൾ ഇതിൽ ഡെയിലി ട്രേഡിംഗ് നടക്കുന്നുണ്ടോ? ഡെയിലി ട്രേഡിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങളും പോസിറ്റീവ് സൈൻ ഇല്ലാത്ത നടക്കുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീക്കിലി നമുക്ക് പിന്നെ പ്രോഫിറ്റ് തരുന്ന സമയത്ത് അതുകൊണ്ട് ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഡെയിലി പ്രോഫിറ്റ് തരണമെന്നുണ്ടെങ്കിൽ ഡെയിലി ട്രേഡ് നടക്കണം. അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ച് വീക്കിലി നമുക്കിപ്പോൾ 12% കാറ്റഗറിയിലാണ് എന്നുണ്ടെങ്കിൽ 3% ആണ് നമുക്ക് വീക്കിലി തരേണ്ടത്. അപ്പോൾ ഒരു ആഴ്ചയിൽ ഇപ്പോൾ ഫോറക്സിലാണെങ്കിൽ 5 ദിവസം ട്രേഡ് ഉണ്ടാവും. 5 ദിവസത്തിൽ 3 ദിവസം ട്രേഡ് നടന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, റൈറ്റ്. അതാണ് പോസിറ്റീവ് സൈൻ. ഓക്കെ. പിന്നെ അതിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു 6% to 12% വരെയാണ്. ഇത് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബേസിലാണോ? ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ബേസിലാണ് 6% മുതൽ. ഇപ്പോൾ ഇവൻ ഒരു $1,000 വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് 6% കിട്ടുള്ളൂ. 1000 above 2,500 $100 വരെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ 6%. അത് കഴിഞ്ഞാൽ 1000 മുതൽ 2500 വരെ നമുക്ക് 10%. 2500 മുതൽ 10,000 വരെ ചെയ്ത് കഴിഞ്ഞാൽ 12%. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കും. നമ്മളിപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് എന്തെങ്കിലും ലോക്കിംഗ് പീരീഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? $1000 വരെ 3 മാസം ലോക്കിംഗ്, 90 ദിവസം. ഓക്കെ ഓക്കെ. $1000 മേലെ നമുക്ക് 6 മാസം 180 days. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട്? അതായത് നമുക്ക് ഇവരുടേതായിട്ടുള്ള വാലറ്റുകളോ എന്തെങ്കിലും? ഒന്നും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാത്രം എൻ്റർ ചെയ്താൽ മതി. അഡീഷണൽ സർവീസ് ചാർജ് ഒന്നും എടുക്കുന്നില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്, ട്രസ്റ്റ് വാലറ്റോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ബിനാൻസോ ട്രസ്റ്റ് വാലറ്റോ ബിറ്റ്മാർട്ടോ ഏതെങ്കിലും നമ്മളുടെ വിഡ്രോവൽ വാലറ്റ് കൊടുത്താൽ മതി. ഓക്കെ. ഇവരുടെ സ്വന്തം വാലറ്റാണ് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്. അതെ. ഓക്കെ, റൈറ്റ്. പിന്നെ നമുക്ക് പിന്നെ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ പോലെ തന്നെ ഒരു കാറ്റഗറി ആളുകളുണ്ട്, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ. അതെ. അവരെ സംബന്ധിച്ച് ഇതിലുള്ള ബെനിഫിറ്റ്? അവരെ സംബന്ധിച്ച് അവർക്ക്, അതായത് ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ്, നമുക്ക് ഈവൻ 5% നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു ടേൺ ഓവർ ചെയ്ത് പ്രോഫിറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന്റെ 5% നമുക്ക് കിട്ടുന്നുണ്ട് മന്ത്ലി. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ബിഗ് സൈസ് വോളിയം ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ഫസ്റ്റ് ലെവൽ നമ്മളൊരു 25,000 വോളിയം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഗ്ലോബൽ ഷെയർ കിട്ടും. 5%. അത് മന്ത്ലി ടേൺ ഓവറിന്റെ 5% ഗ്ലോബൽ പൂളിലോട്ട്
മാറ്റപ്പെടുന്നുണ്ട്. ആ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും. എത്ര പേരുണ്ടോ അത്രയും പേർക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ $25,000 ബിസിനസ് 5 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5 പേർക്കും ആ 5% ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് സംഭവം. പിന്നെ നമ്മളെ ഇപ്പം ഞാൻ ആരുമില്ല, ആരുമില്ല. അപ്പോൾ ആക്ച്വലി ഇത് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായി? ഞാൻ ID അടിക്കുന്നത് കഴിഞ്ഞ മാർച്ച് 20 മാർച്ച് മാസത്തിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനിയുടെ രജിസ്ട്രേഷൻ ശരിക്കും 2017 നടന്നിരിക്കുന്നത്. 2017 2021 മുതൽ അവർ ഫോറക്സ് ട്രേഡിംഗ് ക്രിപ്റ്റോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവർ ഓൺ ഫണ്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവന് പുറത്തുനിന്ന് വലിയ ഫണ്ട് എടുത്താണ് ചെയ്തേക്കുന്നത്. 2024 മാർച്ചിൽ മുതലാണ് എന്ത് ചെയ്തത് കമ്മ്യൂണിറ്റി ക്രിയേഷൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മളിതിൽ എത്തിപ്പെട്ടത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 15 ദുബായ് ഒരു ഓപ്പറേഷൻ തുടങ്ങണം. ദുബായിൽ നിന്നാണ് ദുബായ് ഏഷ്യ പസഫിക് ഓപ്പറേഷൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതൊരു നമ്മെ സംബന്ധിച്ച് ഇതൊരു അവസരമാണ് അല്ലേ? ഇത്തരം പ്രൊജക്ടുകളിൽ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മൾക്കൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് 8ാമത്തെ മാസം 10ാമത്തെ മാസമാണ്. നമ്മൾ അറിയപ്പെടുന്നത് ആ സമയത്താണ് പലപ്പോഴും പല കമ്പനികളും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 മുതൽ നമ്മൾ ഈ കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. അതാണ് നമുക്ക് കിട്ടിയൊരു പ്ലസ് പോയിന്റ്. അപ്പോൾ ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അറിയേണ്ടത് ഇതിന്റെ ജെന്യൂനിറ്റിയാണ്. ഇപ്പൊ നമുക്കറിയാം പല പ്രൊജക്ടുകളും 2 മാസം അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ട് അങ്ങ് കാണാതായി പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കാലം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചു കാണും. അപ്പോൾ ഇതിന്റെ ഒരു ജെന്യൂനിറ്റിയെ കുറിച്ച് എന്താണ് സാറിന് പറയാൻ? ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ നിലവിൽ പല കമ്പനികളുടെയും അഡ്രസ്സ് കിട്ടാറില്ല, സിഇഒനെ കാണാറില്ല, സിഇഒ നമുക്ക് അറിയാറില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആർക്ക് വേണമെങ്കിലും US പോക്ക് തടുപ്പല്ല. നമ്മളിവിടെ സംബന്ധിച്ച് US മൊണ്ടാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അവിടെ ഓഫീസ് അഡ്രസ്സ് ഉണ്ട്. നമ്മുടെ ഇതിലുണ്ട്, PDF ഉണ്ട്, നമുക്കത് അന്വേഷിക്കാം. പിന്നെ അപ്പം തന്നെ ടിം ജോൺസൺ, ടോം ലാരി എന്ന് പറഞ്ഞ 2 പേരാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ്. നമുക്ക് ജൂലൈയിൽ അവർ ദുബായിലെത്തും. പിന്നെ ഇപ്പം ഞാൻ അവരുമായിട്ട് എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയും ഞാനും അവരും തമ്മിൽ സൂം മീറ്റിങ്ങിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരറിയാം. രണ്ടാമത്തെ ഒരു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കുറച്ച് കാലം നമുക്ക് കിട്ടും എന്ന് പറയാൻ വളരെ സ്ട്രോങ് ബിലീവോട് നമ്മൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 6% മുതൽ 12% വരെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഡെയിലി 1% വെച്ചൊരു കമ്പനി കൊടുക്കണമെങ്കിൽ 30% കൊടുക്കണം. ഇവിടെ അങ്ങനെ നോക്കണമെങ്കിൽ 15% പോലും ഇല്ല. 0.3%, 0.2%, 0.4% ഉള്ളൂ ഡെയിലി. അതിപ്പോൾ ആഴ്ചയിൽ 5 ദിവസം നമ്മൾ തന്നെ മാനുവൽ ട്രേഡ് ചെയ്ത് നമുക്ക് ഇത് എടുക്കാൻ പറ്റാവുന്ന ഏതൊരു സാധാരണക്കാരനും ട്രേഡ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അറിവും പഠിപ്പും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ചെയ്യണില്ല, മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്. അതാണ് എൻ്റെ സംഭവം. അപ്പോൾ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഒരു നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ? അപ്പോൾ പിന്നെ ഒരു വലിയ പ്രോഫിറ്റ് മാർജിൻ കൊടുത്തുകൊണ്ട് ആളുകളെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ച് അവർക്ക് അതിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമായിട്ടുള്ള ഒരു റിട്ടേൺ കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങളുടെ പിന്നെ റീഡിങ് വളരെ കറക്റ്റാണ്. കാരണം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. 10% മുതൽ 30, 35, 40% വരെ മന്ത്ലി കൊടുക്കുന്ന കമ്പനികൾ. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആളുകളോട് പറയാറുണ്ട്, ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു സംഗതിയല്ല ഇത്. അപ്പോൾ പലപ്പോഴും ആളുകൾ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, അപ്പോൾ ഇതൊക്കെ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന്. അതിപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വീഡിയോയിൽ വന്ന് നിങ്ങളെപ്പോലത്തെ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ശരിക്കും അവരൊക്കെ നമ്മൾ ഏതൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഇന്നും ഞാൻ മറ്റുള്ള 1-2 ആളുകളുമായിട്ട് ഡിസ്കഷനിൽ വന്ന സമയത്ത് ഞാൻ സംസാരിച്ചൊരു സംഗതിയായിരുന്നു, നമ്മുടെ മലയാളികൾ കൂടുതൽ പ്രോഫിറ്റ് എവിടെയാണോ അതിലേക്കാണ് പോകുന്നത്. ഇതിന്റെ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാവാതെ അവർക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാവണം, അധ്വാനിക്കാതെ അല്ലെങ്കിൽ എഫേർട്ട് ഇടാതെ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള വളരെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ട്രേഡിങ്ങിൽ പിന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ ഞാൻ ഇതിന്റെ ഇത്ര ആധികാരികമായിട്ട് പറയാനുള്ള കാരണം 6 to 12% അതെനിക്ക് വളരെ താല്പര്യം തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. 6% മുതൽ 12% വരെ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള സൈനാണ്, ഒരു സംശയമില്ല. കാരണം ഇത് സാധ്യമായ ഒരു പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, അതായത്
നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അവർക്ക് ഈ പ്രൊജക്റ്റിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നും അറിയില്ല. അവരെ നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? നമ്മളെ സംബന്ധിച്ച് $100 ഉണ്ടെങ്കിൽ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ക്രിപ്റ്റോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആരാണോ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ID ഉണ്ടാവും. ആ സ്പോൺസർ ID വെച്ചിട്ട് നമുക്ക് ID രജിസ്റ്റർ ചെയ്യാം. ID രജിസ്റ്റർ ചെയ്ത് നമ്മളൊന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തന്നെ വാലറ്റ് അഡ്രസ്സ് വരും. വാലറ്റ് അഡ്രസ്സിൽ നമ്മൾ ഏത് പാക്കേജാണോ എടുക്കുന്നത് ആ പാക്കേജ് കൊടുക്കാം. കറക്റ്റ് ഫിഗർ മാത്രമേ, സർവീസ് ചാർജോ ഗ്യാസ് ഫീ ഒന്നുമില്ല. $100 ആണെങ്കിൽ $100 BEP 20 അത് കൊടുക്കുക, സെൻഡ് ചെയ്യുക. അപ്പം തന്നെ ID വരും, അത് $100 വരും. അതെന്ത് ചെയ്യുക, റിവാർഡ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. റിവാർഡ് അപ്ഗ്രേഡ് മാത്രം കൊടുത്താൽ മതി, നമ്മൾ ID ട്രേഡിലോട്ട് കയറിക്കോളും. ഇത് ആക്ടിവേഷൻ ആവാൻ സമയം എടുക്കുന്നുണ്ടോ? ഇല്ല, ഒരു 5 minutes അത്ര എടുക്കുന്നുള്ളൂ. അതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ ആവുന്ന ടൈം മാത്രം. നമ്മുടെ ബിനാൻസിൽ നിന്നാണെങ്കിൽ അങ്ങോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ആവുന്ന സമയം മാത്രം. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്രോവൽ സംബന്ധിച്ചുള്ളതോ? വിഡ്രോവൽ കമ്പനി പറയുന്നത് 24 hours. പക്ഷെ നമ്മളെ സംബന്ധിച്ച് 3 മണിക്കൂർ 4 മണിക്കൂറിനുള്ളിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ കമ്പനി ടൈം വെച്ചിട്ടുണ്ട്, ഈ ഒരു 4 മണിക്കൂർ ഗ്യാപ്പിൽ കമ്പനി ടൈം വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ 4 മണിക്കൂർ ഗ്യാപ്പിൽ 3 മണിക്കൂറിലാണ് നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ഫണ്ട് കിട്ടും. നമുക്ക് 15 മിനിറ്റ് കൊണ്ട് ഫണ്ട് കിട്ടിയിട്ടുണ്ട്, 12 മണിക്കൂറാണ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കമ്പനി സമയം വെച്ചേക്കണത് വിത്തിൻ 24 hours. അതൊരു കോമൺ വെച്ചേക്കണതാണ്, ആരും അങ്ങോട്ട് ചോദിക്കാണ്ടിരിക്കാൻ വെച്ചേക്കണത്. അതുപോലെ തന്നെ മനുഭായ്, നമുക്ക് അറിയാവുന്ന, ഇപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ട്രേഡ് ചെയ്യുകയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ ആക്ച്വലി ഇത് ഇവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ടോ? ആക്ച്വലി എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ച് ഇവർ ട്രേഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും. ഓൾറെഡി July 15th മുതൽ എല്ലാ കസ്റ്റമേഴ്സിനും അവർ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരെന്താ പറയുക, നമുക്ക് മാനുവൽ ട്രേഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി July 15th കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ സെറാഫെക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. $1 million ഓൺ ഫണ്ട് ട്രേഡ് ചെയ്യണത് ഉണ്ട് ഓൾറെഡി. അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റില് നിങ്ങളിപ്പോ മാർച്ച് 2nd വീക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിലവിലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ആയിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ആളുകളോടായിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മളെ സംബന്ധിച്ച് നമുക്കുണ്ടൊരു പോസിറ്റീവ്, ഞാൻ ഇത്ര നേരം പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു അഡീഷണൽ ഇൻകം ആണ് എല്ലാവർക്കും വേണ്ടത്. കാരണം എല്ലാവർക്കും ജോലി ഉണ്ടാവും, ജോലിയോടൊപ്പം തന്നെ വരുമാനം ഉണ്ടാവും, മന്ത്ലി കിട്ടുന്ന പ്രോഫിറ്റ്. ചില ആൾക്കാർക്ക് കൃഷിയിൽ നിന്നായിരിക്കും, പല രീതിയിൽ നിന്നായിരിക്കും. ഇനി ഒരു അഡീഷണൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാനാണ് ക്രിപ്റ്റോ. അത് വേറൊന്നും കൊണ്ടല്ല പറയണത്, ഈ മറ്റു വലിയ ഹങ്കാമൊന്നും ഇല്ലാണ്ട് ഒരു മിതമായ പ്രോഫിറ്റ് കൊടുക്കുന്നു കമ്പനിക്ക്, അത് നല്ല ലൈഫ് ലോങ്ങിൽ കൊടുക്കാൻ പറ്റും. അതാണ്. അപ്പൊ എല്ലാ ആൾക്കാർക്കും നമുക്ക് എന്താ പറയാ, വലിയ പെയിൻ ഇല്ലാണ്ട് 2 മാസം കഴിയുമ്പോൾ പോകുമോ അങ്ങനത്തെ ഒരു ചിന്ത ഇല്ലാണ്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ എന്തായാലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസ് ഒക്കെ നിങ്ങൾ നൽകുക. തീർച്ചയായിട്ടും എന്തായാലും അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു ഓക്കെ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവരെ ഡീൽ ചെയ്യാം. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം പ്രൊജക്ടുകളിൽ താല്പര്യമുള്ള ആളുകളാണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പൊ $100 വെച്ചിട്ടാണെങ്കിൽ അത് നമുക്ക് ഏതൊരു പ്രൊജക്റ്റിലേക്ക് വരികയാണെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മുടെ കൈവശം എത്രയാണോ എമൗണ്ട് ഉള്ളത് അതിൽ ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മൾ ചില ആളുകളുണ്ട്, നമുക്ക് കിട്ടുന്ന ക്യാഷ് മുഴുവനായിട്ട് ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് വേണ്ട. അപ്പൊ നമുക്കൊരു ഇത്തരം പ്രൊജക്റ്റുകളിലൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കൈവശമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും, നമ്മുടെ കൺട്രോളിലുമല്ല. ഇപ്പോ ഏതൊരു സംഭവമാണെങ്കിലും ഇതിന്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, എന്തായാലും ഇത് നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് $100 ആണ്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു എമൗണ്ട് വെച്ച് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമ്പോൾ മനുഭായ് പറഞ്ഞ പോലെ നല്ല പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഫൗണ്ടേഴ്സും അതുപോലെ തന്നെ ഓഫീസ് അഡ്രസ്സും ഇതിൻ്റെ ബേസ് എല്ലാം വളരെ കൃത്യമായിട്ട് ഇവരുടെ PDF-ലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഇതിൻ്റെ ഭാഗമാകുക. മനുഭായ്, താങ്ക്സ്.